ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഏട്ടന് ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ടൗണിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏട്ടൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ഉച്ചയ്ക്ക് 1:30 ബസ്സിന് പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയമാകുമ്പോൾ ഏട്ടൻ എത്തും. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ഒക്കെ ആകെ കൊളാവും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ പോവുകയാണ്. ഉള്ളത്തെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ ഇനി വന്നിട്ടാണ് എടുക്കണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ തപ്പുക്കോട്ടുപാടത്ത് എത്തി. ആദ്യം ഞങ്ങൾ ഏട്ടൻ ഷർട്ട് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ നടന്ന് പോവാണ്. എന്താണ് എത്രയുണ്ട്? അടുത്ത് ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. മക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച നെക്സ്റ്റ് ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ പോവാം കേട്ടോ. രണ്ടാളും കുഴഞ്ഞോടി ഇരിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ ദേട്ടാ? പോരണ്ടാന്നായിട്ടുണ്ട് രണ്ടാൾക്കിപ്പോൾ. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതായിട്ട് കേട്ടോ. രണ്ടാളും നല്ല ടയേർഡായിട്ടുണ്ട്. അതാ തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. മക്കൾ രണ്ടാളും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഏട്ടൻ വന്നിട്ടാണ് കേട്ടോ. അതായത് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ബിരിയാണി ഉണ്ടാക്കാൻ ചിക്കൻ ഒന്ന് എണ്ണയിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പം എന്താ ചിക്കനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടാക്കണം. ചിക്കനൊക്കെ എണ്ണ ചൂടായിട്ട് ചിക്കനിൽ അയക്കിയിട്ടാണ് കേട്ടോ. ഇവിടെ അരി തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ ഇവിടെ ബിരിയാണി ഉണ്ടാക്കണം. ഇവർ രണ്ടാളും കൂടെ കളിക്കുകയാണ് കേട്ടോ. ഈ കളി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞാനിമോൾ നീ പറ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കളീൻ്റെ പേരറിയുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ്? ഇളകാൻ പാടില്ല അനിമോളെ, സ്റ്റാച്ചു ആയി നിൽക്കണേ. കളി കഴിഞ്ഞോ? അവരുടെ കളിക്കട്ടെ. ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ട് അതിക്ക് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഏകദേശം കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ വാട്ടി റെഡിയാക്കാം കേട്ടോ. ഇപ്പത്തിൻ്റെ പൊടി നമ്മുടെ ബിരിയാണീൻ്റെ മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ബിരിയാണിയൊക്കെ ദമ്മിട്ടിട്ടുണ്ട്. 2-3 വീട്ടിൽ നമ്മൾ ബിരിയാണി ഡീറ്റെയിൽസ് ആയി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ എങ്ങനെ ഉണ്ടാക്കണത് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏട്ടൻ കുളിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ദേവൂട്ടിനും അനിമോളും കൂടി ഇവിടെ കേക്കൊക്കെ സെറ്റാക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. അതാ നമ്മളെ കേക്കൊക്കെ ഒരു ഭാഗത്തേക്ക് സൈഡ്. ഗൈസ്, ഞങ്ങൾ ബസ്സിൽ പോകുന്ന അവസ്ഥ ഒന്നും പറയാതിരിക്കുക ഭേദം. അപ്പോൾ അതാ കേക്കൊക്കെ ഒരു സൈഡിലേക്ക് നീങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഏട്ടൻ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. എത്ര നേരം നിൽക്കാവോ? ഞോ തുറന്നേ. ഗൈസ്, ഞങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കൽ തുടങ്ങിയിട്ട്. എന്നാ വരി കേക്ക് കട്ടിങ് ചെയ്യാം. എങ്ങനെ അറിയണേ?
സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞിട്ട് എന്നാ? എനിക്ക് അത്ഭുതമുണ്ട്. എല്ലാവരും 10 വർഷം ഇതുവരെ എടുത്ത് ഗിഫ്റ്റ് തരാറില്ല. പിന്നെ കല്യാണത്തിന് മുമ്പ് വന്നിട്ടുണ്ട്, കണ്ടാൽ സ്ഥിരമായിട്ടുള്ളതാണ്. പക്ഷെ കേക്കാണ് ആദ്യമായിട്ടല്ലോ വാങ്ങി തരുന്നത്. പക്ഷെ സർപ്രൈസ് ഇനി വരുന്നുണ്ട്. ഓക്കെ, വഴിയെ വരുന്നുണ്ട്. ഇപ്പൊ കേക്ക് കട്ട് ചെയ്യാം നമുക്ക്. ഞാൻ സ്റ്റിക്കിലേക്ക് കേട്ടോ ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ വയസ്സ് പറയില്ല, പക്ഷെ വയസ്സ് അത്യാവശ്യം ഉണ്ട്. പിന്നെ കുട്ടികളൊക്കെ തന്ന ഗിഫ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക്സ്. ഞങ്ങളെ വിഷു കഴിഞ്ഞിട്ടോ അപ്പൊ എല്ലാവരും അനുഭവത്തോടെ ഞാൻ കേക്ക് കട്ടിങ് ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യം കുട്ടികൾക്ക് ഇങ്ങനെ ഇതാവുന്നത്. ബർത്ത്ഡേ കാര്യം ബസ്സിൽ പോയിട്ട് ആകെ അച്ഛനോട് മുത്തേ കുഞ്ഞ് അച്ഛനോട് എനിക്ക് താടി ഇനി വേറെ സർപ്രൈസ് ഉണ്ട്. ഓക്കെ, ഇനി സർപ്രൈസ് ഉണ്ടോ? ഷർട്ട് വാങ്ങിയോ? ഒരു മാനിന്റെ ഞാൻ വേറെ സാധനം ബിരിയാണി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇല്ല. അവിടെ ഫുള്ള് കളർ മാത്രമേ ഉള്ളൂ. ഇല്ലാത്ത കളർ ഇതാ. സൂപ്പർ. ഞാൻ എന്തൊക്കെ പറഞ്ഞു അറിയാം, മുണ്ടൂലെന്നൊക്കെ പറഞ്ഞതാണ്. പറഞ്ഞിട്ട് കുട്ടികളെ മനസ്സിലാക്കാൻ പോയിട്ട് കുട്ടികളെ മനസ്സിലാക്കാൻ കളങ്കമില്ലാന്നിട്ടാണ് പറഞ്ഞത്. ഞാനിവിടെ എത്ര പറയേണ്ടതെന്ന് പറഞ്ഞാലും അവിടെ പറയൂ. ഞങ്ങളെ ഞങ്ങൾ ഏട്ടന് ബിരിയാണി കൂടി ഉണ്ടാക്കി കൊടുത്തു. ബിരിയാണി ഇഷ്ടമായിട്ടോ? നല്ല ചൂടില്ല, ചെറിയ ചൂടാണ് പറഞ്ഞു. ബർത്ത്ഡേ ഞങ്ങള് ബിരിയാണിയാണ്. പക്ഷെ സർപ്രൈസ് ആയി. ഞാൻ ഒന്നേ പ്രതീക്ഷിച്ചതിലൊക്കെ എല്ലാ വർഷം കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാ വർഷം പ്രതീക്ഷിക്കണം. ഇത് മൂന്നും കൂടെ പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ളൂ. ബൈ ബൈ.